റെയിൽവേ വികസനമാണ് കഴിഞ്ഞ കുറെ നാളുകളായി അല്ലേ? എന്നതിന്റെ അംഗവും കൂടിയാണ്. കാര്യമായിട്ട് രാജ്യത്ത് നടക്കുന്നുവെന്ന് അവകാശപ്പെടുന്നു. എന്താ അതിന്റെ ഒരു പുരോഗതി? രാജ്യത്തിന്റെ വികസനത്തിന് അടിസ്ഥാന വികസനമാണ് ആവശ്യം. അതിൽ റെയിൽവേ, ഹൈവേ, എയർപോർട്ട്, സീപോർട്ട്. അതിൽ ഹൈവേ വികസനം 68,000 കോടിയുടെ ഹൈവേ വികസനമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3,000 കോടിയുടെ റെയിൽവേ വികസനം നടക്കുന്നത്. 35 റെയിൽവേ സ്റ്റേഷനുകളാണ് ഇവിടെ നവീകരിക്കാനും വികസിപ്പിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ 8 റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ടിന് വിമാനത്താവളത്തിന് സമാനമാക്കി മാറ്റി അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. എല്ലാ രംഗത്തും വികസനത്തിന്റെ പുതുവസന്തം തന്നെയാണ് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തെങ്കിൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ തീവട്ടിക്കൊള്ള അടിസ്ഥാനത്തിലുള്ള ഈ CPM കോൺഗ്രസ് രാഷ്ട്രീയത്തിന് പകരം അധോലോക രാഷ്ട്രീയത്തിന് പകരം വികസനത്തിന്റെ പുതിയ മോദി രാഷ്ട്രീയമാണ് ഇപ്പൊ കേരളത്തില് ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്. അതിന്റെ പ്രകടനമാണ് ഇന്ന് മോദിജിയുടെ കാണാനും അദ്ദേഹം സ്വീകരിക്കാനും അനന്തപുരിയിൽ തടിച്ചുകൂടിയിട്ടുള്ള 10,000-ങ്ങൾ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇന്ന് VSSൽ നടന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി ഈ രാജ്യത്തിന്റെ വികസനത്തിന് കേരളത്തിന്റെ പങ്ക് എന്താണ് എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു. അപ്പോൾ രാജ്യം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് സംസ്ഥാനങ്ങൾക്കും പങ്കുണ്ട് എന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. നിങ്ങളുടെ പ്രചരണത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അതാകുമ്പോൾ ആ രീതിയിൽ CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന മറുപടികളെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിന്റെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തികമായിട്ടും എല്ലാവിധ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. അതിന് കേരളം എന്ത് ചെയ്യണം? രാഷ്ട്രീയമായ സഹായം ഇപ്പം നിലവിലുള്ള നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി രാഷ്ട്രീയ സഹായം കേരളത്തിന്റെ ഭാഗത്തുണ്ടാകണം. അതാണിപ്പം നരേന്ദ്രമോദിജി ഇന്നത്തെ പൊതുസമ്മേളനത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിച്ചത്. കേന്ദ്രം എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. അതിന് ഹൈവേ ആയാലും റെയിൽവേ ആയാലും എയർപോർട്ടായാലും സീപോർട്ടായാലും അതുപോലെ നിരവധി ജനക്ഷേമ പദ്ധതികളായാലും കേന്ദ്രം എല്ലാം ചെയ്യുന്നുണ്ട്. അതിന് അനുകൂലമായിട്ട് ഒരു രാഷ്ട്രീയ പിന്തുണ കേരളത്തിന്റെ ഭാഗത്തുണ്ടാകണം. അതുകൊണ്ടാണ് 2 ഡിജിറ്റിൽ 10ൽ കൂടുതൽ MPമാരെ നരേന്ദ്രമോദിക്ക് അനുകൂലമായി കൈവക്കാൻ കേരളത്തിൽ വിജയിപ്പിക്കണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയ മാറ്റം കേരളത്തിലുണ്ട് എന്ന സൂചനകൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു. താങ്കൾ എങ്ങനെയാണ് ആ യാഥാർത്ഥ്യത്തെ കാണുന്നത്? തീർച്ചയായും കേരളത്തിലുടനീളം വലിയൊരു രാഷ്ട്രീയ മാറ്റം നടക്കുകയാണ്. അതായത് മോദി ഗ്യാരണ്ടിയോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണം. അതായത് നമ്മുടെ ഇനി മുതൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അധോലോക അധമ രാഷ്ട്രീയമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും സ്വീകരിച്ചത്. അതാണ് കേരളത്തിന്റെ ഈ പരിപൂർണമായ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ സർവനാശത്തിന്റെ അടിസ്ഥാനം. അതിൽ നിന്ന് മാറി വികസനത്തിൽ അതുപോലെ ജനക്ഷേമത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പുതിയ കേരളം. അത് പാർട്ടിയാ തീരുമാനിക്കേണ്ടത്. മത്സരിക്കണമോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണമോ എന്നുള്ളതൊക്കെ അല്ല, അത് പാർട്ടി തീരുമാനിക്കണം. മത്സരിക്കണമോ എന്നത് പാർട്ടി തീരുമാനിക്കണം. പാർട്ടി തീരുമാനിച്ചാൽ മത്സരിക്കും. പാർട്ടി തീരുമാനിക്കണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനോടൊപ്പം നിൽക്കാനും തയ്യാറാണ്.